ഹായ് ഓൾ, ഇറ്റ്സ് സൺഡേ മോർണിംഗ്. രാത്രി ഒരുപാട് നേരം വൈകുന്നത് വരെ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറഞ്ഞ സീരീസിലെ എപ്പിസോഡ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റയിലും എഫ് ബിയിലും ഒക്കെ ഏത് റീലെടുത്താലും അതിൻ്റെ ക്ലിപ്പിങ്സ് കാണുന്നതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ പോയി കണ്ടു നോക്കിയതാണ്. പക്ഷേ ഒരുപാട് നേരം എന്നെ ഇങ്ങനെ ഇരുത്താൻ അതിന് കഴിഞ്ഞില്ല. ഇറ്റ് ഫെയിൽ ടു ഇൻട്രസ്റ്റ് മീ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിർത്തി കിടന്നുറങ്ങി. രാവിലെ തന്നെ കണ്ണമ്മൻ പോയി ബീഫ് മേടിച്ചോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 1/2 കിലോ ബീഫേ വാങ്ങിക്കാറുള്ളൂ. ഇത് തന്നെ തിങ്കളാഴ്ചയും കാണും. അപ്പോൾ 1 കിലോ വാങ്ങിച്ചാൽ പറയണ്ടല്ലോ, അത് പിന്നെ 2-3 ദിവസം കൂട്ടേണ്ടി വരും. ബീഫിനകത്തുള്ള കരളാണ് കേട്ടോ ഈ എടുത്ത് മാറ്റുന്നത്. കരൾ കുക്കറിൽ ബീഫിൻ്റെ ഇറച്ചിയുടെ കൂടെ ചേർത്ത് വേവിച്ചാൽ കറിക്ക് ഒരു കറുത്ത നിറം വരും, ചുവന്ന നിറത്തിലിരിക്കത്തില്ല. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ തൊട്ട് ഞാൻ അമ്മയോട് പറയുന്നുണ്ട് ഞായറാഴ്ച അപ്പം ഇറച്ചിക്കറിയും വേണമെന്ന്. അമ്മയോട് നിൽക്കുമ്പോഴല്ലേ പരുവത്തിന് അപ്പത്തിൻ്റെയും ദോശയുടെയും മാവൊക്കെ ആട്ടിയെടുപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത് കണ്ടു പഠിച്ചുകൂടെ എന്ന് വെച്ചാൽ കണ്ടാലും എനിക്കിത് ശരിയാവത്തില്ല. ഞാനത് വിട്ട കേസാണ്. രാത്രി അരി കുതിർക്കാനിട്ട് രാവിലെ അമ്മ അതും ആട്ടി വെച്ചിട്ടുണ്ട്. ഇറച്ചിയൊക്കെ അമ്മ തന്നെ കഴുകി വെച്ചിരുന്നു. രാത്രി പുറത്തിരിക്കാൻ പോയപ്പോൾ ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടാണ് പോയത്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ട് തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. എന്തായാലും വൈകിയല്ലേ എണീക്കൂ. എണീക്കുന്ന പാടെ ബീഫ് അടുപ്പത്തായാൽ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കറി താളിക്കാൻ പരുവാവും. അങ്ങനെ ഈ 1/2 കിലോ ബീഫിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും 1 തക്കാളിയും കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കൈവച്ച് ഉടച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കരൾ മാറ്റി വെച്ച പാത്രം അതങ്ങനെ തന്നെ ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലൊരു 4 വിസിൽ, ലോ ഫ്ലെയിമിലൊരു 4 വിസിൽ. ഇങ്ങനെയാണ് ഞാൻ ബീഫ് വേവിക്കാറുള്ളത്. പിന്നെ ബീഫ് നമുക്ക് കഴുകി ഈ പുരട്ടുന്ന സമയത്തൊക്കെ മനസ്സിലാവും കേട്ടോ. മീറ്റ് കുറച്ച് ഹാർഡാണെങ്കിൽ, ഇത്തിരി മുറ്റൊക്കെ ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഒരു 5 to 6 വിസിലൊക്കെ എടുക്കാറുണ്ട്. എറണാകുളം ഭാഗത്തോട്ടൊക്കെ കൂർക്കയിട്ട് ബീഫ് കറി വെക്കുന്ന പോലെ ഇവിടെ കൊല്ലത്ത് മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, എന്തായാലും ഈ കുരിശുമൂടിലും ഇരവിപുരത്തുമൊക്കെ ഞങ്ങളൊക്കെ പൊട്ടറ്റോ ഇട്ടാണ് വെക്കുന്നത്. ഉരുളക്കിഴങ്ങും കൂടെ വേവാനായിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഇത്രയും വിസിലടിച്ച് കഴിയുമ്പോൾ അത് കുഴഞ്ഞ പരുവത്തിലാവും. അല്ലെങ്കിൽ പിന്നെ അവസാനത്തെ വിസിലിന് മുമ്പായിട്ട് കുക്കറിൻ്റെ തീ ഓഫ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് വീണ്ടും ഉരുളക്കിഴങ്ങ് ഇടേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് അത് മാറ്റി വേവിക്കുന്നതല്ലേ. അപ്പത്തിൻ്റെ മാവ് രാവിലെ ആട്ടിയതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം ഇരിക്കണമായിരുന്നു. അങ്ങനെ ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പം ചുടാൻ തുടങ്ങിയത്. 2 പേർക്കുള്ള പാലൊക്കെ അമ്മ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന പാടെ തന്നെ അമ്മ നിലുവിന് പാലും കൊടുത്തിട്ട് അവനുമായിട്ട് മുറ്റത്തേക്ക് പോയിട്ടുണ്ട്. കുക്കു സാറിനുള്ള പാല് ഇനി ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം. സാറ് ബൂസ്റ്റ് ഇല്ലാതെ കുടിക്കത്തില്ല. 2 ദിവസം മുന്നേ ഞങ്ങൾ ജംഗ്ഷൻ വരെ പോയപ്പോൾ ജംഗ്ഷനിലോട്ട് എത്തിയാൽ കുക്കുവിന് സർബത്ത് വേണം കേട്ടോ. അത് ആലൻ്റെ കസിൻ ആൽവിൻ പഠിപ്പിച്ച ശീലമാണ്. അവൻ എപ്പോഴും അവനെയും കൊണ്ട് അവിടെ പോകുമ്പോൾ സർബത്ത് കുടിക്കാറുണ്ട്. അപ്പോൾ എന്നെയും കൊണ്ടുപോയി സർബത്തൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പാക്കറ്റിൽ ബൂസ്റ്റ് കിടക്കുന്നത് അവൻ കണ്ടു. ഇവിടെ തീർന്നിരിക്കുകയായിരുന്നു. ഞാനും ഓർക്കുന്നില്ല, ആലനും ഓർക്കുന്നില്ല കടയിൽ പോകുമ്പോൾ. പിന്നെ അവിടെ നിന്നിട്ട് ഒരേ നിർബന്ധം അത് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന്. ബോട്ടിൽ ബൂസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബോട്ടിലിനേക്കാളും നല്ലത് ലാഭം ഈ പാക്കറ്റ്സ് തന്നെയാണ്. ഇതാകുമ്പോൾ നമുക്ക് 50 രൂപയേ ആവുന്നുള്ളൂ. ഇത് തന്നെ എനിക്കൊരു മാസമൊക്കെ എടുക്കാനും പറ്റും. കുപ്പിയിൽ മേടിച്ച് വെച്ചാലും പാക്കറ്റിൽ മേടിച്ച് വെച്ചാലും കുക്കു എന്തായാലും കട്ട് തിന്നും. മോഷണം വലിയ കുപ്പിയിൽ നിന്നാകുമ്പോഴത്തേക്ക് ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അത് മൊത്തം കട്ട പിടിച്ച് ഉറഞ്ഞിരിക്കുന്നുണ്ടാവും. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തൂടെ ചൂടുവെള്ളം ഒഴിച്ചൊഴിച്ചാണ് എടുക്കുന്നത്. ആ പാടെന്തായാലും ഇനി പെടണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയത്. ഇതിപ്പോൾ പാക്കറ്റിൽ നിന്ന് എടുത്തല്ലേ കട്ട് തിന്നത്തുള്ളൂ. പാക്കറ്റിൻ്റെ എണ്ണത്തിൽ കുറവുണ്ട് കേട്ടോ. ഒരു 4 എണ്ണം തന്നെ ഇപ്പോഴേ കാണുന്നില്ല. ഇനി ഇതുപോലെ എടുത്ത് തിന്നുവാണെങ്കിൽ മേടിക്കത്തില്ല എന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ട്രെയിലാണ് അത് വെച്ചിരുന്നത്. ആ ട്രെയിൽ നോക്കിയപ്പോഴാണ് എണ്ണത്തിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അമ്മ ആ ഒരു അപ്പവും കുറച്ച് പഞ്ചസാരയൊക്കെ ആയിട്ട് നിലുവിന് കൊടുക്കാനായിട്ട് വെളിയിലേക്ക് പോയതാണ്. അമ്മ ഇവിടെ ഇല്ലായിരുന്നപ്പോൾ വരെ ഞാൻ മാക്സിമം 2 പേരെ ആ സോഫയിൽ ഇരുത്തിയാണ് വാരി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മ ഇങ്ങനെ കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ച് കഴിപ്പിച്ച് ഇപ്പോൾ അവൻ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാറേ ഇല്ല. അവനും അതെ, കുക്കുവും അതെ. രാത്രി കഴുകി വെച്ച പാത്രങ്ങൾ വലിയ സ്റ്റീൽ റാക്കിലേത് അമ്മ തന്നെ എടുത്ത് രാവിലെ അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ റാക്കിലെ പാത്രങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചത്. ഞായറാഴ്ചകളിൽ സേറമോള് കാറ്റിസത്തിന് പോവും. കുക്കുവിനെ കാറ്റിസത്തിന് വിടാറില്ല. കുക്കുവിന് ഞങ്ങൾ ബാപ്റ്റിസം നടത്തിയിരുന്നു. അതിനുശേഷം മതപരമായ ഒരു കാര്യങ്ങൾ വേണ്ടെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. നിലുവിന് ബാപ്റ്റിസം എടുത്തിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയായിട്ട് വളർത്തുന്നതിലുപരി മനുഷ്യരായിട്ട് വളർത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അവർക്ക് അവരുടെ സമയമാകുമ്പോൾ ഇഷ്ടമുള്ള റിലീജിയൻ ചൂസ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് അത് വിട്ടേക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും അവനിൽ ജീവശ്വാസം ഊതിക്കൊടുത്തു എന്നൊക്കെ പഠിപ്പിച്ചിട്ട് സയൻസ് ക്ലാസ്സിൽ ഡാർവിൻ്റെ സിദ്ധാന്തവും പരിണാമ സിദ്ധാന്തവും ഒക്കെ കൂടെ പഠിപ്പിക്കുമ്പോൾ ഹാവ് യു എവർ തോട്ട് ഹൗ കൺഫ്യൂസിങ് ഇറ്റ് ക്യാൻ ബി? തൊട്ടാൽ പൊള്ളുന്ന ടോപ്പിക്സുകളായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കെങ്ങും പോകുന്നില്ല.
ബട്ട് കുക്കുവിനെ ഞാൻ വേ ഓഫ് ദ ക്രോസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മമ്മി പറയുന്നതൊക്കെ അവൻ കേട്ട് പഠിക്കുന്നുണ്ട്. അവൻ രാത്രി കിടക്കുമ്പോഴത്തേക്ക് ജീസസിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് സ്വപ്നം കാണാതിരിക്കാൻ. എന്തെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തി എന്നെ കാത്തോളും. ഇപ്പോൾ ഈ രാത്രി ഞാൻ പേടിക്കുന്ന സ്വപ്നമൊന്നും കാണില്ല, ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ അതങ്ങനെ നടന്നോളും എന്നുള്ള സമാധാനത്തിൽ അവൻ ഉറങ്ങുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഒരു പ്രൊമിനൻറ്റ് ന്യൂറോബയോളജിക്കൽ തിയറിയായ ആക്ടിവേഷൻ സിന്തസിസ് ഹൈപ്പോത്തസിസ് പ്രകാരം നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ചില ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണത്. നമ്മുടെ തന്നെ മെമ്മറിയിൽ ഡീപ്പായി സ്റ്റോറായി കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ എപ്പോഴൊക്കെയോ ഇമാജിൻ ചെയ്തെടുത്തിട്ടുള്ള ചില സ്റ്റോറീസിൻ്റെ കുറച്ച് പീസസ് അതങ്ങനെ ഒരു ബന്ധവും ഇല്ലാതെ കണക്ഷൻ പോലും ഇല്ലാതെ നമുക്കൊന്ന് ഫ്ലാഷായിട്ട് വന്നു പോകുന്നതാണ്. നമ്മളാണ് ഇത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് കണ്ടത്, ഞാൻ അവിടുന്ന് നടന്നു വന്നു, ഇത് ഇവിടുന്ന് വന്ന് വീണു എന്നൊക്കെ. അപ്പോൾ അവൻ കാണാൻ പോകുന്ന ചീത്ത സ്വപ്നങ്ങളും അവൻ്റെ തന്നെ എന്തൊക്കെയോ ബ്രെയിനിൽ അവൻ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അവൻ്റെ ഇമാജിനേഷനോ അവൻ കണ്ട മൂവീസിനോ ഒക്കെയുള്ള ബിറ്റ്സാന്നൊക്കെ ഉള്ളത് ഈ ഏജിൽ എനിക്കവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഏജിൽ അവന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ അങ്ങനെ ഒരു പ്രാർത്ഥന അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇനി നമുക്ക് ബീഫ് കറിയിലേക്ക് മടങ്ങി വരാം. ബീഫ് താളിക്കാനായിട്ടാണ് ഞാൻ സവാളയും ടൊമാറ്റോയും ഒക്കെ അവിടെ അരിഞ്ഞു വെച്ചത്. ബീഫ് കറിക്കായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് പെരുംജീരകവും പട്ടയും 2-3 ഗ്രാമ്പുവും അതൊന്ന് ബേസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. എനിക്കിന്ന് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും ബ്രൗൺ കളറാക്കാൻ നിന്നിട്ടില്ല, വിശക്കുന്നത് കൊണ്ട്. നമ്മൾ സവാള എത്ര വഴറ്റുന്നോ അതനുസരിച്ചിരിക്കും ഈ കറിയുടെ കളറ്. സവാള അധികം വഴന്ന് വന്നില്ലെങ്കിൽ ഈ ഒരു കറി ഒരു ഓറഞ്ച് ടു ബ്രൈറ്റ് റെഡ് കളറിലിരിക്കും. നല്ലപോലെ വഴന്ന് വരുവാണെങ്കിൽ നമുക്ക് ഡാർക്ക് റെഡിൽ കിട്ടും. ഒരു ബ്രൗൺ ടിൻ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് മുരിച്ചെടുത്താൽ മതി. സവാള ഒന്ന് വഴന്ന് തുടങ്ങിയപ്പോഴേക്ക് ഞാനിതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ടിട്ടുണ്ട്. പൊടികളായിട്ട് സാധാരണ മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, തീരെ കുറച്ച് പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്. ഒരു 10 സെക്കൻഡിന് താഴെ മാത്രം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടാണ് തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി നേരത്തെ ആഡ് ചെയ്ത് കൊടുത്താൽ പൊടികളൊന്നും മൂത്ത് വരില്ല, അതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് തക്കാളി ആഡ് ചെയ്യുന്നത്. ഒരു തക്കാളി ഞാൻ കുക്കറിലും ഇട്ടിരുന്നു. ഇപ്പോൾ ഒരു വലിയ തക്കാളി കറിക്കായിട്ടും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ സൈഡ് ബൈ സൈഡായിട്ട് ഞാൻ അപ്പവും ചുട്ടുകൊണ്ടിരിക്കുകയാണ്. മാവൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് അധികം മെനക്കെടാതെ അതിന് ഇളകി പോരുന്നുണ്ട്. ഇനി കുക്കറിൽ വെന്ത ഐറ്റംസ് എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കാം. വേണ്ടുന്ന ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പൊട്ടേറ്റോ ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കാവൂ. പൊട്ടേറ്റോ ഓൾറെഡി നല്ല വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 3-4 സെക്കൻഡ് ഒന്ന് അടച്ചിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് പൊട്ടേറ്റോ ഏറ്റവും അവസാനമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് ലോ ഫ്ലെയിമിൽ ഒരു 2-3 സെക്കൻഡ് മതി. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പാകത്തിന് റെഡിയാവും. നിലൂന് അമ്മ പാലും പഞ്ചസാരയും ഒഴിച്ചിട്ടാണ് അപ്പം കൊടുത്തത്. അത് കണ്ടേച്ചും വന്ന് കുക്കു എനിക്ക് പാൽ ഒഴിക്കണ്ട, പഞ്ചസാര മാത്രമായിട്ട് അപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കറി കൂട്ടി കഴിച്ചില്ലെങ്കിൽ അലപ്പപ്പടയിൽ നിന്ന് വഴക്ക് കിട്ടും. പക്ഷേ എന്തിനാ എല്ലാ ദിവസവും നിലൂന് മാത്രം ഷുഗർ ഇട്ട് കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഇവിടെ നിന്നിട്ടൊരു കിന്നരമൊക്കെ നടത്തിയിട്ട് ഞാനൊരപ്പം പഞ്ചസാര ഇട്ട് തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട് കഴിക്കാൻ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാനുണ്ടാക്കി എൻ്റെ കോൾഡ് കോഫി റെഡിയായി. നല്ല തണുത്തിട്ടുണ്ട്. ഇനി പതുക്കെ പതുക്കെ അങ്ങ് കുടിച്ചാൽ മതി. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ഒത്ത നടുക്കാണ്. ദൈവമില്ല എന്നതിനും ദൈവമുണ്ടെന്നതിനും ഒത്ത നടുക്ക്. ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ ആണെന്ന് പറയുന്നത് പോലെ ഞാൻ എന്നെ തന്നെ പറയുന്നത് ഒരു ആഗ്നോസ്റ്റിക് ഏത്തിസ്റ്റ് എന്നാണ്. കാരണം എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ആഗ്നോസ്റ്റിക് ഏത്തിസം പ്രകാരം ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഈസ് സ്റ്റിൽ അൺനോവബിൾ, അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് ബി പ്രൂവ്ഡ് അണ്ടിൽ നൗ. ഇപ്പം വരെ തെളിയിക്കപ്പെടാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ്, അത്രയും തന്നെ. എന്നിട്ടെന്താ ഞാൻ പള്ളിയിൽ പോകുന്നതെന്നൊന്നും ചോദിക്കരുത്. വിശ്വാസികൾക്ക് മാത്രമല്ലല്ലോ പള്ളിയിൽ പോകാൻ പറ്റുന്നത്. എൻ്റെ ഡൗട്ട്സ് എനിക്ക് അവിടെയും ചോദിക്കാമല്ലോ. അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ ഈ ചേർച്ചിൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഓൾട്ടറിലെ പാട്ടും ആ പാട്ടിൻ്റെ എക്കോ അടിക്കുന്ന മതിലുകളും അവിടെ ഇവിടെയും നിൽക്കുന്ന പ്രാവുകളും ആ ബെഞ്ചസും എല്ലാം. പിന്നെ ഇതുപോലെ തന്നെ വൈബുള്ള സ്ഥലമാണ് വിവേകാനന്ദ റോക്കിലെ ഓം മന്ദിർ. പക്ഷേ അതിപ്പോൾ വലിയ കൺട്രോളൊന്നുമില്ല കേട്ടോ അവിടെ. ലാസ്റ്റ് ടൈം ഞാനും അലനും മാത്രമായിട്ടൊരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം അതിനകത്ത് ഇരിക്കണം എന്ന് കരുതിയാണ് കയറിയത്. പക്ഷേ ആൾക്കാർ ഒത്തിരി പേര് വന്നിട്ട് ദേ വർ മേക്കിംഗ് ടു മച്ച് നോയ്സ്. അത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മിണ്ടരുത് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് അവിടുത്തെ ഗാർഡ്സിനും പറ്റുന്നില്ല. എപ്പോൾ വിളിച്ചാലും ഞാൻ പോകാൻ തയ്യാറായിട്ടുള്ളൊരു സ്ഥലമാണ് കന്യാകുമാരി. എപ്പോൾ പോയാലും ഓം മന്ദിറിൽ പോയി ഇരിക്കാനും എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത്തവണ പോയപ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഫലം. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ ചർച്ചയ്ക്കിടയിൽ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കത്തേക്ക് ഞാനൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണ്. നിങ്ങൾ മിക്ക
മിക്ക ഞായറാഴ്ചയും ഇവിടെ ബീഫ് തന്നെ ആയിരിക്കും കേട്ടോ കാണുന്നത്. എന്നാലും പറയുന്നുണ്ടായിരുന്നു എല്ലാ സൺഡേയും ബീഫ് കറി കാണിച്ചാൽ അവർക്ക് ബോറടിക്കില്ലേന്ന്. നമുക്ക് ഐ ആം എ ഹോം മേക്കർ, ഞാനൊരു ഷെഫ് അല്ലല്ലോ. അപ്പോൾ എനിക്ക് വെറൈറ്റീസ് ഞാൻ മാക്സിമം എൻ്റെ മെനുവിൽ കൊണ്ടുവരാറുണ്ട്, ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ചിലത് ശീലങ്ങളാണ്. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ പള്ളിയിൽ നിന്ന് മുമ്പ് പള്ളിയിൽ പോയിരുന്ന സമയത്ത്, കാറ്റിസത്തിനൊക്കെ പോയിരുന്ന സമയത്ത്, കാറ്റിസം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എല്ലാ വീട്ടിൽ നിന്നും ഈ കുക്കറിൻ്റെ വിസിലടി കേൾക്കാം, ബീഫ് വേകുന്ന മണം. പിന്നെ കുറച്ചുകൂടെ നേരം കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും ബീഫ് കറിയുടെ മണം വരും. ആദ്യമൊക്കെ റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് കുഴഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി വെള്ളം ചേർത്തങ്ങ് ഉണ്ടാക്കും. അതിലേക്ക് കുറച്ച് വിനീഗറോ ലൈമോ ആഡ് ചെയ്താൽ അരി തമ്മിൽ ഒട്ടാതെ കിട്ടും. പിന്നെ അതിലേക്ക് മുഴുവൻ മസാലകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇതൊക്കെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അതവിടെ അടച്ച് വെച്ച് തിളപ്പിക്കാം. നല്ലപോലെ തിളച്ച് അതിങ്ങനെ വെള്ളം പുറത്തോട്ട് വരുമല്ലോ. അപ്പോൾ തീ ഒന്ന് സിമ്മാക്കിയിട്ട് അടപ്പ് കുറച്ച് സ്പേഷ്യസ് ആക്കി വെച്ചാൽ പിന്നുള്ള ആവിയൊക്കെ മേലെ കൂടെ പോവുകയും ചെയ്യും. വെള്ളം എത്ര തിളച്ചാലും അത് പറ്റിക്കൊഴഞ്ഞ് അടി പിടിക്കത്തൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴാണെങ്കിലും അതിൽ വെള്ളം കാണും. അതുകൊണ്ടാണ് ഞാൻ അത്രയും വെള്ളത്തിൽ ഈ 1.25 ഗ്ലാസ് കൈമാരി വേവിച്ചെടുക്കുന്നത്. ഇനി റൈസിലേക്കായിട്ട് വെജിറ്റബിൾസ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അതൊരെണ്ണം എടുത്ത് വെച്ചു. സാലഡിനുള്ള ഉള്ളിയാണ് ഞാൻ ഇപ്പോൾ അരിഞ്ഞത്. സാലഡ് ഉണ്ടാക്കാനും കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ തക്കാളി, ഒരു 1/4 ഭാഗം സവാള എന്നിവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കട്ട തൈരിട്ട് ഉപ്പും ലേശം വെള്ളവും, ഈ പാക്കറ്റ് തീരാറായതുകൊണ്ട് അതൊന്ന് കഴുകിയെടുത്ത് ഇത്തിരി വെള്ളവും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ സാലഡ് റെഡിയായി. ബീൻസ് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ കുക്കുനെ പറഞ്ഞ് വില്യംസിൻ്റെ വീട്ടിൽ വിട്ടു, അവിടെ ബീൻസ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ. സേറമോളുടെ വീട്ടിലും ഇല്ല. അപ്പോൾ അവിടെ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് അമരം പയറാണ് കൊടുത്തു വിട്ടത്. അതും കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അമരം പയറിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസിൽ കിടന്നാൽ. റൈസായി അതിനിങ്ങനെ 2 ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഈ സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടവിടെ ചാരി വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്ന് അങ്ങ് റെഡി ആയിക്കോളും. വേറെ പാത്രമൊന്നും വേണ്ട. മുമ്പൊക്കെ ഫസ്റ്റ് ടൈം പുലിച്ചിറയിൽ താമസിക്കുമ്പോൾ, ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴത്തേക്ക് ചോറ് ഊറ്റുമ്പോൾ തട്ടിയൊക്കെ പോകുമായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ ഊട്ടപാത്രത്തിൽ ഊറ്റുന്നത്, അതൊരു ശീലമാക്കിയത്. പിന്നെ ഈ ഒരു പാത്രത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇത് കറക്റ്റ് ആ സ്പേസിൽ കറക്റ്റായിട്ടിരുന്നോളൂ. അടച്ചിട്ട് കഴിഞ്ഞാൽ അരി അങ്ങനെ അത്രയും നേരം വെക്കാൻ പാടില്ല കേട്ടോ. ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിവർത്തണം, അല്ലെങ്കിൽ വീണ്ടും കുഴഞ്ഞു പോകും. പിന്നെ അമരം പയർ, ക്യാരറ്റും ബട്ടർ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേഗം വെച്ചിട്ടുണ്ട്. ബീൻസ് ആണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കത്തില്ല, ഞാൻ നല്ലപോലെ ഇങ്ങനെ ചിക്കി എടുക്കത്തതേ ഉള്ളൂ. പക്ഷേ അമരം പയറിന് ഇത്തിരി വേവ് കൂടുതലാണല്ലോ. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് ആദ്യം കാഷ്യൂസാണ് ഇട്ടത്. കാഷ്യൂസ് നന്നായിട്ടൊന്ന് ആയിട്ട് വേണം റേസിൻസ് ഇടാനായിട്ട്. അല്ലെങ്കിൽ റേസിൻസ് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, കാഷ്യൂ ആവത്തില്ല നമ്മൾ ആ സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാൽ. അതുകൊണ്ട് അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നെയ്യിൽ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. സാലഡിനെടുത്ത ഒരു 1/4 ഭാഗം തക്കാളിയുടെ ബാക്കി 1/4 ഭാഗം, അതിൻ്റെ അരഭാഗം ഇന്നലെ ഏതോ ഒരു കറിക്കെടുത്തതാണ്, ഓർക്കുന്നില്ല. ഫ്രിഡ്ജിലൊരു ടിന്നിലാക്കി അടച്ച് വെച്ചിരുന്നതാണ്. അതെടുത്ത് ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. റൈസ് കാസറോളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ വെജിറ്റബിൾസും ഇട്ടു. ഇനി ഞാൻ ഇതിൽ പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞിടുന്നതും പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നതും ഒക്കെ അതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് എൻഹാൻസ്ഡ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൈനാപ്പിൾ അരിഞ്ഞിടാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഉള്ള പൈനാപ്പിൾ എസൻസ്, ഞാൻ ഇതിന് വേണ്ടി തന്നെയാണ് കേട്ടോ പൈനാപ്പിൾ എസൻസ് മേടിച്ച് വെച്ചിരിക്കുന്നത്. റൈസ് ഉണ്ടാക്കിയാൽ ഞാൻ പൈനാപ്പിൾ എസൻസാണ് ഇടുന്നത്. പിന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലയും നമ്മൾ സോട്ട് ചെയ്തെടുത്ത നട്ട്സും പിന്നെ വഴറ്റിയ ഉള്ളിയും കൂടെ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്ത് റൈസ് റെഡിയാക്കി. അപ്പോൾ ഇങ്ങനെയാണ് 10 മിനിറ്റിൻ്റെ അകത്ത് ഞാനൊരു ഫ്രൈഡ് റൈസ് തട്ടിക്കൂട്ടിയെടുക്കുന്നത്. പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചെയ്യാൻ എളുപ്പമുള്ള പരിപാടിയാണിത്. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എപ്പോഴത്തെയും പോലെ പാത്രം കഴുകാനുണ്ടല്ലോ ഒരുപാട്. ഞങ്ങൾ എണീക്കാൻ വൈകുന്ന ടൈമിൽ തന്നെ അമ്മ രാവിലെ എണീറ്റ് ബിന്നിലുള്ള തുണികളൊക്കെ ഞാൻ കഴുകിയിടും കേട്ടോ. പിന്നെ ആൾ പോയി മുറ്റമൊക്കെ തൂക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ ഈ പാത്രം കഴുകുന്നതൊക്കെ സമയത്ത് സേറമോൾ വന്നിരുന്നു കേട്ടോ. 11 മണി 11:30 ആകുമ്പോഴത്തേക്ക് സേറ എത്തും. അവിടെ വീട്ടിൽ പെർമിഷൻ ചോദിച്ചിട്ട് ഇവിടെ നിലുവിൻ്റെ കൂടെ കളിക്കാനായിട്ട്. അവൾ നിലുവിനെ നോക്കുന്ന ടൈം അമ്മ ഇപ്പോഴേ വീട് തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിതിപ്പോൾ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാത്തത്. കാരണം ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വിഷ്വൽസിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നത് റിംഗ് ലൈറ്റിൻ്റെയാണ്. അപ്പോൾ അതിന് പ്ലഗ് പോയിൻറ്റിൽ കുത്തിയിരിക്കണം. അപ്പോൾ അതിന് ഞാൻ ഇവിടുന്ന് പ്ലഗിൽ നിന്ന് പിന്നെ അഴിച്ച് അവിടെ കൊണ്ടുപോയി അത് കണക്ട് ചെയ്യണം. ഇതുവരെ എടുത്തുകൊണ്ടിരുന്ന വീഡിയോസിൽ റിംഗ് ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് മാത്രം ക്യാരി ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇതിപ്പോൾ പ്ലഗ് പോയിൻ്റൊക്കെ വലിച്ചൂരണം, അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. ഒരു ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നിലുവിനുള്ള ചോറുമായിട്ട് ഞാനും സേറമോളും പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തേക്കണേ. വ്യൂസ് വരുന്നതിൻ്റെ അത്രയും സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടാറില്ല. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.